നാട്ടിലൊക്കെ ഇന്ന് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. വീട്ടിലെ പിള്ളേരെല്ലാം എല്ലാ വീടുകളിൽ നിന്ന് നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ വലിയൊരു ട്രെൻഡാണ്. അത് നമ്മുടെ കുട്ടികളൊക്കെ വിദേശത്തേക്ക് പോയി കഴിഞ്ഞ് ഇനി നാട് എന്താകും എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ തന്നെ വിദേശത്തേക്ക് കുടിയേറി പാർക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ഇപ്പോൾ വിൽക്കാനിട്ടിരിക്കുന്ന ഒരു വീടിന്റെ മുൻപിലേക്കാണ് ഞാനിപ്പോൾ നിൽക്കുക. ഒരു 28 സെന്റ് സ്ഥലത്തിൽ താമസിക്കുവാൻ വേണ്ടി പണിത് ഒരു 3 വർഷത്തോളം പഴക്കമുള്ള ഒരു വീടിന്റെ മുൻപിൽ അവര് ജോലി ആയിരുന്നു തിരുവനന്തപുരം അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അധികം താമസിച്ചിട്ടില്ല, ഇപ്പോൾ തിരിച്ച് താമസിക്കുവാൻ തുടങ്ങി. പക്ഷേ ഇപ്പോൾ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നത് കൊണ്ട് എന്നാൽ വിറ്റേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് കൊടുക്കുവാനായിട്ട് ഇട്ടിരിക്കുന്ന നല്ലൊരു 28 സെന്റ് സ്ഥലവും 3000 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു ഗംഭീരമായിട്ട് പണിതീർത്തിട്ടിരിക്കുന്ന ഒരു 2 നില വീടിന്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുക. ചോദിക്കുന്ന വില 1,40,00,000 രൂപയാണ്. അത് നെഗോഷ്യബിളുമാണ്. അപ്പോൾ വെള്ളപ്പൊക്ക ഭീഷണികളൊന്നുമില്ലാത്ത മേഖലയിൽ നല്ലൊരു മേഖല നോക്കി തിരഞ്ഞെടുത്ത് നല്ലൊരു പഞ്ചായത്ത് റോഡ് തിരഞ്ഞെടുത്ത് ആ റോഡിന്റെ സൈഡിൽ തന്നെ സ്ഥലം മേടിച്ച് ആ സ്ഥലത്തിനകത്ത് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വർക്കുകളും കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വീട് എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നിക്കും എന്ന് ഞാൻ പറയുമായിരുന്നു. അങ്ങനെയുള്ള നല്ലൊരു വീടിന്റെ മുൻപിലാണ്. നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. മീനച്ചൽ ഹോംസിന്റെ പുതിയ വീഡിയോ ഇതാ ഇവിടെ തുടങ്ങുകയാണ്. ഞാൻ പഞ്ചായത്ത് റോഡിലാണ് നിൽക്കുന്നത്. പഞ്ചായത്ത് റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ വീടിന്റെ ഒരു വ്യൂ ആണ് നമ്മളിവിടെ കാണുക. നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള നല്ലൊരു ഹൗസ് പ്ലോട്ട് എടുത്തിട്ട് അതിനകത്ത് ഏറ്റവും മനോഹരമായിട്ട് താമസിക്കുവാൻ വേണ്ടി പണിത വീടും അതിൻ്റെ ചുറ്റുമതിലുമാണ് നമ്മളിപ്പോൾ കാണുക. നല്ല ക്ലാഡിംഗ് ടൈലൊക്കെ ഒട്ടിച്ചിരിക്കുന്ന നല്ല ഭംഗിയുള്ള ചുറ്റുമതിൽ കടന്ന് നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ഗേറ്റിൻ്റെ ഒരു മനോഹാരിത നമ്മൾ കാണേണ്ടത് തന്നെയാണ്. നല്ല മുറ്റമുണ്ട്. 28 സെൻറ്റ് സ്ഥലമാണ്. 28 സെൻറ്റ് സ്ഥലത്തിൽ 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ്. ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് കയറുവാനായിട്ട് വാഹനങ്ങൾ കയറുവാനായിട്ടുള്ള ഗേറ്റ്. എൻ്റെ വണ്ടി മുറ്റത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മുറ്റം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഏറ്റവും നല്ല വലിപ്പമുള്ള മുറ്റം തന്നെയാണ്. നമുക്ക് ബാക്ക് സൈഡ് വഴി ഒന്ന് കറങ്ങി നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് പോകാം. ഇതാണ് ബാക്ക് സൈഡ്. നല്ല ഒരു ഭംഗിയുള്ള രീതിയിൽ തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല മുറ്റമുള്ള രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടേക്ക് എന്തെങ്കിലും കൃഷി ചെയ്യുവാനൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ അത്യാവശ്യം ഒരു പ്ലാവ് ഒരു റംബൂട്ടാൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല തെങ്ങുണ്ട്, അതുപോലെയുള്ള കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട്. താമസിക്കുവാൻ വേണ്ടി പണിത്, എന്നാൽ ഒത്തിരി കാലം താമസിച്ചിട്ടില്ല. ഗവൺമെൻറ് എംപ്ലോയീസ് ആയിരുന്നു. അപ്പോൾ അവർ ജോലി സംബന്ധമായിട്ട് പല സ്ഥലങ്ങളിലൂടെ താമസിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ റിട്ടയറൊക്കെ ആയതിനു ശേഷം താമസിക്കുവാൻ വന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന നല്ലൊരു വീട് തന്നെയാണ്. വീണ്ടും നമ്മൾ ഫ്രണ്ട് മുറ്റത്തേക്ക് വന്നു. ഇവിടെ നല്ല വലിപ്പമേറിയ കാർ പോർച്ചാണ് ഇവിടെ ഉള്ളത്. വണ്ടി കിടക്കുന്നത് നമുക്ക് കാണാം. ഇതിൻ്റെ ഓരോ ഡിസൈൻ വർക്കുകളും ഇതൊക്കെ എറണാകുളത്തു നിന്ന് ആളെ വിളിച്ചു വരുത്തി ചെയ്തതെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ ഡിസൈൻ വർക്കൊക്കെ ഈ പില്ലറയിലൊക്കെ ഉള്ളതൊക്കെ അങ്ങനെയൊക്കെയുള്ള എല്ലാം അതിൻ്റെ താമസിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാം അതിൻ്റേതായ ക്വാളിറ്റി എന്നുള്ള രീതിയിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു ഡിസൈൻ വർക്കുകളൊക്കെയാണ്. ഇവിടെ എൽ ഷേപ്പിലാണ് സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുക. വീടിൻ്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് കാണാം. നല്ല ഫ്രണ്ട് വ്യൂ ആണ്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതിനേക്കാളും വ്യൂ ആണ് നേരിൽ കണ്ടു കഴിഞ്ഞാൽ. ഇത് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെയാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. നമ്മുടെ സിറ്റ് ഔട്ട് തടി കൊണ്ട് പാനൽ ചെയ്തിട്ടുണ്ട്. തേക്കിൻ തടി കൊണ്ടുള്ള പാനലിംഗ് ഉണ്ട്. അതാണെങ്കിലും നല്ല കൊത്തുപണികളൊക്കെ നല്ലൊരു നല്ലൊരു കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു സിറ്റ് ഔട്ട് പാനലിംഗ് ആണ്. ഇതാണ് എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ട്. ഈ വീടിൻ്റെ ഓരോ നിർമ്മിതികളും നമ്മൾ സൂക്ഷ്മമായിട്ട് എടുത്ത് നോക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ വീടിനകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. നല്ല ഫാൻസി ലൈറ്റുകളാണ് ഇതിന് കൊടുത്തിരിക്കുക. അതൊക്കെ സ്പെഷ്യലായിട്ടുള്ള ഓരോ സ്ഥലങ്ങളിൽ ഇവർ പല സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ, അതായത് ജോലി സംബന്ധമായിട്ട്
പല സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഓരോ സാധനങ്ങളും കിട്ടുന്ന ഏറ്റവും നല്ല മോഡൽ കിട്ടുന്ന നല്ല സ്ഥലങ്ങൾ അറിയാം. അങ്ങനെ ഓരോ സ്ഥലങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിച്ചാണ് ഓരോ സാധനങ്ങളും മേടിച്ച് സമയമെടുത്ത് പണിതേക്കുന്ന വീടാണ്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറ്. നല്ലൊരു ഡബിൾ പാളിയാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറ്. നമ്മൾ നേരെ ഡോറ് തുറന്ന വീടിനകത്തേക്ക് കയറി. നല്ല ഒരു സ്വീകരണ മുറിയാണ്. സ്വീകരണ മുറിയിൽ തന്നെ നല്ല ഡൈനിങ് ടേബിൾ, സോഫ സെറ്റ്, ടീപ്പോയ് എല്ലാം ഇട്ടിട്ടുണ്ട്. എങ്കിലും നല്ല വലിപ്പം നമുക്കിവിടെ കാണാൻ പറ്റും. ഫാനൊക്കെ ആണെങ്കിലും ഇലക്ട്രിക് സാധനങ്ങളെല്ലാം നല്ല വില കൂടിയ ഇലക്ട്രിക് സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ കയറി വരുന്ന ഹോളിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് പോവുകയാണ്. ഇവിടെ തന്നെ ഒരു കൃഷ്ണ വിഗ്രഹമൊക്കെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ നിന്ന് നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ പോവുകയാണ്. പാർട്ടീഷൻ വർക്കൊക്കെ നല്ല പാർട്ടീഷൻ വർക്കാണ്. നല്ല ഫാൻസി ലൈറ്റുകളാണ്. നേരെ കയറി വരുമ്പോൾ നേരെ കാണുന്നത് ഒരു പൂജാമുറിയാണ്. അപ്പോൾ പൂജാമുറിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ TV യൂണിറ്റിനുള്ള പോയിൻ്റ്. അതൊക്കെ ടെക്സ്ചർ വർക്കൊക്കെ ചെയ്ത് ഏറ്റവും ഭംഗിയോടുകൂടി തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു TV യൂണിറ്റ്. ഈ ലെഫ്റ്റ് സൈഡിലേക്കാണ് സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോകാനായിട്ടുള്ള സ്പേസ്. അവിടെയാണ് ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിരിക്കുക. ഇനി നമുക്ക് പൂജാമുറി നമുക്ക് ഏത് മതക്കാർ വാങ്ങിച്ചാലും അവരുടേതായ രീതിയിലേക്ക് മാറ്റപ്പെടുത്തി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പൂജാമുറിയാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറുകയാണ്. ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഫർണിച്ചർ ഇൻക്ലൂഡഡ് അല്ല. പക്ഷേ ഫിക്സ് ചെയ്തിരിക്കുന്ന ഫാന്, ഒരു ബെഡ്റൂമിൽ AC ഉണ്ട്. അതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഈ വീട് കൊടുക്കുക. ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ, അവിടെ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂമുണ്ട്. അപ്പോൾ താമസിക്കുന്ന വീടായതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ബെഡ്റൂമുകളിലൂടെയും കയറുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് കയറുകയാണ്. ഇതാണ് പൂജാമുറിയുടെ ദൃശ്യങ്ങൾ. ഒന്നുകൂടി കാണിക്കുകയാണ്. നമ്മൾ നേരെ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറി. കൊടുത്തിരിക്കുന്ന കബോർഡ് വർക്കുകളെല്ലാം മൾട്ടിവുഡ്, ഏറ്റവും നല്ല വില കൂടിയ മൾട്ടിവുഡ് ഉപയോഗിച്ച് തന്നെ ചെയ്തിരിക്കുന്നതാണ്. മൾട്ടിവുഡ് ആയതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ചെതലെടുക്കില്ല, ഒരിക്കലും വട്ടച്ചു പോകില്ല, അതുപോലെ തന്നെ കുത്തല വീഴില്ല. അങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറ്റുകളെല്ലാം ഒഴിവായി കിട്ടും മൾട്ടിവുഡ് ആണെങ്കിൽ. അതുപോലെ ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈന് എല്ലാ കിച്ചണിലും എല്ലാ ടോയ്ലറ്റിലുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോർ റൂമാണ് റൈറ്റ് സൈഡിൽ കണ്ടത്. ഇനി നേരെ നമ്മൾ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങുകയാണ്. കട്ടള മുഴുവൻ ആഞ്ഞിലി, ഡോറുകളെല്ലാം തേക്ക്, അതുപോലെ തന്നെ കബോർഡുകൾ ചെയ്തിരിക്കുന്നത് കിച്ചൺ കബോർഡുകളെല്ലാം മൾട്ടിവുഡ്. ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം ഫ്ലോറെല്ലാം ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുക. ഗ്രാനൈറ്റ് കൊണ്ടുള്ള ഫ്ലോറിംഗ് ആണ് മുഴുവൻ. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലത്തെ നിലയിലേക്ക് കയറാം. ഇൻവേർട്ടറിൻ്റെ പോയിൻ്റ് മൊത്തത്തിൽ കിട്ടാവുന്ന രീതിയിൽ പവർ പ്ലഗ് ഒഴിച്ച് ബാക്കി മുഴുവൻ ഇൻവേർട്ടറിൻ്റെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽ, ജാഗ്വാർ അതുപോലെയുള്ള മെറ്റീരിയൽ തന്നെയാണ് മൊത്തം ബാത്റൂം ഫിറ്റിങ്സുകൾ എടുത്തിരിക്കുക. ഫിനോലെക്സിൻ്റെ വയറാണ് കൊടുത്തിരിക്കുക. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, കാരണം താമസിക്കുവാൻ വേണ്ടി പണിത് ഏറ്റവും ക്വാളിറ്റി എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ചെയ്തെടുത്തിരിക്കുന്ന നല്ലൊരു വീട് തന്നെയാണ്. ഓരോ വർക്കിലും, അതായത് ഓരോ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡ് ഡ്രില്ലായിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റും. അത് ഏറ്റവും ക്വാളിറ്റി ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നേരെ നമ്മൾ മുകളിലത്തെ നിലയിലെ ദൃശ്യങ്ങളിലേക്ക് കയറുകയാണ്. മുകളിലത്തെ നിലയിൽ കയറി താഴെ 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം, 4 ബെഡ്റൂം അറ്റാച്ച്ഡ് വീടാണ്. നമ്മൾ നേരെ മുകളിലത്തെ നിലയിൽ കയറി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഫാമിലി ലിവിങ് ആണ്. ഇവരിവിടെ കുറച്ച് ഫർണിച്ചറൊക്കെ എടുത്തിട്ട് ആ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യത്തെ ഡോറ് തുറന്ന് നോക്കി കഴിയുമ്പോൾ ഒരു ഓപ്പൺ ടെറസ് ഏരിയയാണ്.
അവിടുന്ന് രണ്ടാമത്തെ ഡോറ് തുറക്കുമ്പോൾ നമുക്കൊരു ബെഡ്റൂമാണ് ഇവിടെ കാണാൻ സാധിക്കുക. എല്ലാ ബെഡ്റൂമുകളും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. ഇത് ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഒക്കെ നമുക്ക് കാണാം. ടോയ്ലറ്റുകൾക്കാണെങ്കിലും എല്ലാം നല്ല വലിപ്പമുണ്ട്. ഡ്രസ്സിങ് ഏരിയ തടി കൊണ്ടുള്ള കബോർഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലും ഉണ്ട്. ഹൈവേയിൽ നിന്നും ഏകദേശം 800-900 മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. അതും പഞ്ചായത്ത് റോഡ്, നല്ല നിരപ്പായിട്ടുള്ള നല്ല വഴിയെ തന്നെ പോന്നാൽ മതി. AC ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അങ്ങനെ ഹൈവേയിലൂടെ വന്നു കഴിയുമ്പോൾ വളരെ ശാന്തസുന്ദരമായിട്ടുള്ള, എന്നാൽ അടുത്തൊക്കെ നല്ല വീടുകൾ തന്നെയുള്ള, എന്നാൽ ചേർന്ന് മുട്ടിമുട്ടി വീടുകളല്ലാതെ എന്നാൽ ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല അയൽവക്കമുള്ള നല്ലൊരു മേഖലയിലേക്കാണ് നമ്മളിവിടെ വരിക. ആ നല്ലൊരു ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴാണ് അവിടെ പഞ്ചായത്ത് റോഡിൻ്റെ ഒരു നല്ലൊരു വ്യൂവിലിരിക്കുന്ന നല്ലൊരു വീടാണ്. അങ്ങനത്തെ ഒരു വീടാണ് ഇവിടെ കാണുന്നത്. കടകളിലേക്ക് പോകുവാനായിട്ട്, ബസ് സ്റ്റോപ്പിലേക്ക് പോകുവാനായിട്ടൊക്കെ ഈ 850-900 മീറ്റർ ദൂരമാണ് കടകളിലേക്ക്, ബസ് സ്റ്റോപ്പിലേക്കൊക്കെ ഉള്ളത്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂം കണ്ടു. മൂന്നാമത്തെ ഈ ബെഡ്റൂം വേണമെങ്കിൽ ഹോം തിയേറ്റർ ആക്കുവാനോ അല്ലെങ്കിൽ ലൈബ്രറി ആക്കുവാനോ ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ബെഡ്റൂം കൂടിയുണ്ട്. ഇതുകൂടി കൂട്ടുമ്പോൾ 5 ബെഡ്റൂമുള്ള വീടാണ്. ഇവിടുന്ന് നമ്മൾ നേരെ ഒരു ഡബിൾ പാളി ഡോറ് തുറന്നിട്ടിട്ടുണ്ട്. നേരെ ബാൽക്കണിയിലേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ബാൽക്കണി. നല്ലൊരു ബാൽക്കണി ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. ലീഗലി എല്ലാം പക്കയായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. എല്ലാം നോക്കി തന്നെ എടുത്തിരിക്കുന്നതാണ്. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. അപ്പോൾ ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് നേരിൽ കാണണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ. ഏത് സമയത്തും നിങ്ങൾക്ക് വന്ന് പ്രോപ്പർട്ടി കാണാവുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോസുമായി മീനച്ചിൽ ഹോംസ് എന്ന് നിങ്ങളോടൊപ്പം. അപ്പോൾ പുതിയ വീഡിയോയുമായി എത്തുന്നതുവരേക്കും ഗുഡ് ബൈ.